അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഉളൂഇന്റെ ഷർത്തുകളാണ്. അടുത്ത വീഡിയോയിൽ ഉളൂഇന്റെ ഫർളുകൾ പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉളൂഇന്റെ ഫർളുകളാണ്. ഉളൂഇന് എത്ര ഫർളുകളുണ്ട്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, വളരെ വിശദമായി നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഉളൂഇന്റെ ഷർത്തുകൾ നമ്മൾ പറഞ്ഞത് 5 എണ്ണമാണ്. എന്നാൽ ഉളൂഇന്റെ ഫർളുകൾ 6 എണ്ണമാണ്. ഒന്നാമത്തത് നിയ്യത്താണ്. നിയ്യത്തില്ലാതെ ഒരു ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കൂല. നിയ്യത്ത് എന്ന് പറയുമ്പോൾ കരുതൽ. ഇവിടെ ഉളൂ ചെയ്യുമ്പോൾ ഉളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തിന് ഹലാലാക്കാൻ വേണ്ടി ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തിന് ഹലാലാക്കാൻ വേണ്ടി ചെറിയ അശുദ്ധിയിൽ നിന്ന് ഞാൻ ശുദ്ധിയാകുന്നു. ഇങ്ങനെയാണ് ഉളൂഇന് നിയ്യത്ത് ചെയ്യേണ്ടത്. നിയ്യത്തില്ലാത്ത ഒരു ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കൂല. അത് വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. എല്ലാ ഇബാദത്തുകളും അല്ലാഹു തആല സ്വീകരിക്കുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ്. ഓരോ ആളുകളും എന്താണോ അവർ കരുതുന്നത് അതിന്റെ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഒരാൾ ഒരു സ്വതക്ക കൊടുക്കുകയാണ്. ആ സ്വതക്ക കൊടുക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഇത് അള്ളാഹുവിന്റെ വജ്ഹിനും വേണ്ടി ഞാൻ സ്വതക്ക കൊടുക്കുന്നു, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടാൻ വേണ്ടി സ്വതക്ക കൊടുക്കുന്നു എന്ന് വിചാരിച്ച് സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അതിന് വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകും, യാതൊരു സംശയവുമില്ല. ഇനി ഒരാൾ സ്വതക്ക കൊടുക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഇത് 4 ആളുകൾ അറിയട്ടെ, സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, ഫോട്ടോകളും വീഡിയോകളും ഇങ്ങനെ പ്രചരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ സ്വതക്ക കൊടുത്താൽ ആ കൊടുക്കൽ, ആ ഫോട്ടോ പ്രചരിക്കലേ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിന്റെ അടുത്ത് ഒരു പ്രതിഫലവും അതിന് ലഭിക്കുകയില്ല. ഇങ്ങനെ നിയ്യത്തുകൾ എന്താണോ അവർ കരുതുന്നത് അതിന്റെ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ലഭിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ഒരു ഇബാദത്ത്, എന്ത് ഒരു അമല് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കതിനൊരു കരുത്ത് വേണം, ഒരു നിയ്യത്ത് വേണം. അതിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇബാദത്തുകളാക്കി മാറ്റാൻ പറ്റും. നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എനിക്ക് തടിക്ക് ആരോഗ്യം വേണമല്ലോ, അതിനു വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് നിയ്യത്ത് കരുതിയിട്ട് ഭക്ഷണം കഴിക്കുക, അത് ഇബാദത്താണ്. ഉറങ്ങുമ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എൻ്റെ ശരീരത്തിന് ആഫിയത്ത് വേണമല്ലോ, അതിന് ഉറക്കം ആവശ്യമാണല്ലോ എന്ന് കരുതിയിട്ട് ഉറങ്ങുക. അതുപോലെ ഒരാൾ ജോലിക്ക് പോകുമ്പോൾ ഹലാലായ വഴിയിലൂടെ സമ്പാദിച്ച് കുടുംബം പോറ്റാൻ വേണ്ടി ഞാൻ ജോലിക്ക് പോകുന്നു എന്ന് കരുതിയിട്ട് ജോലിക്ക് പോകുക. ഇങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ ഓരോ നിയ്യത്തുകൾ കരുതുകയാണെങ്കിൽ അല്ലാഹു തആല നമുക്ക് അതിനുള്ള പ്രതിഫലം നൽകും. അല്ല സോഷ്യൽ മീഡിയയിലൂടെ 4 ആളുകൾ അറിയട്ടെ എന്നുള്ള നിയ്യത്തും വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രവർത്തനം ചെയ്യുന്നത് എങ്കിൽ അതിന് ഒരു പ്രതിഫലവും അള്ളാഹുവിന്റെ അടുത്ത് ലഭിക്കുകയില്ല. അപ്പൊ ഉളൂഇന്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. ഇനി എപ്പോഴാണ് ആ നിയ്യത്ത് കരുതേണ്ടത്? അത് മുഖം കഴുകാൻ തുടങ്ങുന്നതിന്റെ ആദ്യത്തിലാണ് നിയ്യത്ത് കരുതേണ്ടത്. ഇത് പല ആളുകൾക്കും സംശയമുള്ള ഒരു വിഷയമാണ്. ചില ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ഉളൂഇന്റെ തുടക്കമായ മുൻകൈ കഴുകുന്ന സമയത്താണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത് എന്നാണ്. എന്നാൽ മുൻകൈ കഴുകുമ്പോൾ ഒരു നിയ്യത്തുണ്ട്, അത് സുന്നത്താണ്. അത് നമുക്ക് സുന്നത്ത് പറയുന്ന സമയത്ത് പറയാം. എന്നാൽ ഉളൂഇന്റെ ഫർളായ നിയ്യത്ത് അത് വെക്കേണ്ടത് മുഖം കഴുകാൻ തുടങ്ങുന്ന ആദ്യത്തിലാണ്. മുഖം കഴുകാൻ തുടങ്ങുന്ന ആദ്യത്തിലാണ് നമ്മൾ നിയ്യത്ത് കരുതേണ്ടത്. ഇനി ഉളൂഇന്റെ രണ്ടാമത്തെ ഫർള് മുഖം കഴുകലാണ്. മുഖം എന്ന് പറയുമ്പോൾ ഈ മുഖത്തിന്റെ അതിർത്തി നമ്മൾ അറിയേണ്ടതുണ്ട്. നീളത്തില് നമ്മൾ ഈ മുടി മുളക്കുന്നത് മുതൽ താടിയെല്ലിന്റെ അടി വരെ, വീതിയില് ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ, അതാണ് നമ്മുടെ മുഖത്തിന്റെ അതിർത്തി. അപ്പൊ നമ്മൾ മുഖം കഴുകുമ്പോൾ നേരത്തെ ഷർത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മുഖത്ത് വെള്ളം ഇങ്ങനെ ഒലിക്കണം, നനഞ്ഞാ പോരാ. മുഖം വെള്ളം കൊണ്ട് നനഞ്ഞാ പോരാ, വെള്ളം ഒലിക്കണം. അതും മുകളിൽ നിന്ന് താഴോട്ടാണ് മുഖം കഴുകേണ്ടത്. ചില ആളുകൾ മുഖം കഴുകുമ്പോൾ വെള്ളം കൊണ്ട് ഇങ്ങനെ അടിക്കലാണ്, പാടില്ല. മുഖം കഴുകേണ്ടത് വെള്ളം 2 കൈ കൊണ്ടും ഇങ്ങനെ കോരിയെടുത്തിട്ട് മേൽഭാഗത്ത് നിന്ന് താഴോട്ട് ശരിക്കും കഴുകണം, വെള്ളം ഒലിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഉളൂഹ് സഹിയാവുകയുള്ളൂ. ഉളൂഹ് സഹിയായില്ലെങ്കിൽ നിസ്കാരം അതുപോലെ ഉളൂഹ് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ
ഒന്നും സഹിയാവൂല, അള്ളാഹു താല സ്വീകരിക്കൂല. അപ്പൊ രണ്ടാമത്തത് മുഖം കഴുകലാണ്. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാൻ മറക്കണ്ട. ഓരോ കമന്റിനും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. ഇനി ഉളൂഇന്റെ ഫർളിൽ മൂന്നാമത്തത് കൈ രണ്ടും മുട്ടോടുകൂടി കഴുകുക എന്നുള്ളതാണ്. കൈ രണ്ടും മുട്ടോടുകൂടി കഴുകുക. ഇവിടെയും ഷർത്തിൽ പറഞ്ഞ വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഉളൂ സഹിയാവൂല. കൈയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രൂപത്തിൽ, ഈ പുറകു വശത്ത് ഒക്കെ വെള്ളം എത്തുന്ന രൂപത്തിൽ നല്ല പോലെ വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് കഴുകൽ നിർബന്ധമാണ്. ഇനി നാലാമത്തത് തലയിൽ നിന്നും അല്പം തടവലാണ്. തലയിൽ നിന്നും അല്പം തടവലാണ്. അത് തലയിൽ നിന്ന് തടവണം. തലയിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന മുടി തടകിയാൽ പോരാ, തലയിൽ നിന്നും അല്പം തടവണം. അല്പം തടവിയാൽ മതി. അത് ശാഫിഈ മദ്ഹബില് അല്പം തടവലേ ഫർളുള്ളൂ. ഇനി അഞ്ചാമത്തത് കാല് രണ്ടും ഞെരിയാണിയോടുകൂടി കഴുകുക. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഷർത്തുകൾ അനുസരിച്ച് വെള്ളത്തിനെ പകർച്ചയാക്കുന്നതില്ലാത്ത, വെള്ളം ചേരുന്നതിനെ തടയുന്നതില്ലാത്ത, വളരെ വ്യക്തമായി വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് കഴുകണം. അത് ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. വെറുതെ ഒന്ന് വെള്ളം ഇങ്ങനെ തൊട്ട് പരട്ടിയാൽ മതിയാവുകയില്ല, ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് സഹിയാവുകയില്ല. ഇനി ആറാമത്തെ ഫർള് തർത്തീബ്, അതായത് ക്രമപ്രകാരം കൊണ്ടുവരിക. ക്രമപ്രകാരം എന്ന് പറയുമ്പോൾ ആദ്യം നിയ്യത്ത്, പിന്നെ മുഖം കഴുകുക, പിന്നെ കൈ രണ്ടും മുട്ടോടുകൂടി കഴുകുക, പിന്നെ തല തടവുക, പിന്നെ കാൽ രണ്ടും ഞെരിയാണിയോടുകൂടി കഴുകുക. അതാണ് അതിന്റെ ക്രമം. ഈ ക്രമത്തിൽ തന്നെ കൊണ്ടുവരണം. അല്ലാതെ ആദ്യം തന്നെ കൈ രണ്ടും മുട്ടോടുകൂടി കഴുകി, എന്നിട്ട് കാല് കഴുകി, എന്നിട്ട് മുഖം കഴുകി, എന്നിട്ട് തല തടവ, അത് പറ്റൂല. ഈ പറഞ്ഞ ഇതേ ക്രമത്തിൽ തന്നെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഉളൂ സ്വഹിയാവൂല. കാരണം ഈ ക്രമത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ഉളൂഇന്റെ ഒരു ഫർളാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്തതായിട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ഉളൂഇന്റെ ഷർത്തുകളും ഇന്ന് പറഞ്ഞ ഉളൂഇന്റെ ഫർളുകളും ഇനി ബാക്കിയുള്ള ഉളൂഇന്റെ സുന്നത്തുകളും എല്ലാം കൂടി ഒരു പരിപൂർണമായ ഉളൂഇന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ. നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലതനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിലൂടെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുവാനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു തആല നീക്കി തരട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടാനുള്ള വഴി എളുപ്പത്തിൽ തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.